സ്റ്റാർട്ട് ചെയ്യണേ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക പ്ലീസ്. DP9 എന്താ പറയുന്നത്? പ്രൈം കോസ്റ്റാണ്. അപ്പോൾ ഞാനൊരു കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുന്നു. നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഫസ്റ്റ് ഏതാ? പ്രൈം കോസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ല. 41,000 രൂപയാണ്. ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനാണ് പറഞ്ഞത്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെയുണ്ട്? സ്കിൽഡും ഉണ്ട്, അൺസ്കിൽഡും ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ 6,000 രൂപ സ്കിൽഡും 2,000 രൂപ അൺസ്കിൽഡും, അങ്ങനെ ടോട്ടൽ എത്ര ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്? 8,000. ഈ ഡയറക്റ്റ് ലേബർ ഇനി നമ്മൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ എന്തെങ്കിലും ചെയ്യണം? വേണ്ട, അത് ഓൾറെഡി അതിൻ്റെ ഉള്ളിലുണ്ട്. അതെന്തിനാ തന്നതെന്നറിയോ? ഇനി വായിക്കൂ. എന്താ പറയുന്നത് അടുത്ത്? വാരിയബിൾ വർക്ക്സ് ഓവർ ഹെഡ്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് തന്നെയാണ് വർക്ക്സ് ഓവർ ഹെഡ്, രണ്ടും ഒന്നല്ലേ? അത് മനസ്സിലാക്കാൻ പറ്റില്ലേ? അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് എഴുതിയിട്ട് ആദ്യം ഏത് എഴുതാം? വാരിയബിൾ എഴുതാം. എത്ര വാരിയബിൾ എങ്ങനെ കാണാം? 8,000-ൻ്റെ 100% എത്ര തന്നെ വരും? 8,000. ക്ലിയർ ആണോ? പിന്നെ പറയുന്നത് ഏതാ? ഡയറക്റ്റ് വേജസ്. 100% ഡയറക്റ്റ് വേജസ് പറഞ്ഞു. പിന്നെ ഫിക്സ്ഡ് ഓവർ ഹെഡ് 60% ഓഫ് ദ സെയിം എമൗണ്ട്. അതേ 8,000-ൻ്റെ തന്നെ എത്രയാണ്? 60. അപ്പോൾ ഫിക്സ്ഡ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതാം? 8,000-ൻ്റെ 60%. 8,000-ൻ്റെ 60% കണ്ട എത്ര വരും? 4,800. ഓക്കെ ആണോ ഇതുവരെ? ഇനി ഞങ്ങൾ ഒരു സാധനമുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ കാണാതെ പോകുന്നത്. ഏതാ? സെയിൽ ഓഫ് സ്ക്രാപ്പ്. മക്കളിതൊരു ഇൻകമാണ്. എന്താ ഈ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഡ്രസ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ അതിങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഷർട്ടിന് എന്ത് ചെയ്തു? ചെറിയ സ്ക്രാപ്പൊക്കെ വന്നു. അപ്പോൾ അതപ്പോൾ ആസ് ഇറ്റ് ഈസ് വിൽക്കും. ആസ് ഇറ്റ് ഈസ് വിറ്റാൽ കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കോസ്റ്റിനെ കുറയ്ക്കുന്ന സാധനമല്ലേ ഇത്? അല്ലേ? ഫോർ എക്സാമ്പിൾ തക്കാളി നിങ്ങൾ എന്ത് ചെയ്യണം? കൊണ്ടുവന്നു, എന്നിട്ട് തക്കാളി ചീഞ്ഞു. അതൊരാൾക്ക് നോർമൽ പ്രൈസിന് വിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് ആർക്ക് വിൽക്കാം? ഹോട്ടലുകാർക്ക് വിറ്റൂടെ? ആ ഒരു കിലോന് എത്ര ഉള്ളത്? ഇതായിട്ടുള്ളൂ, സ്മെല്ലൊന്നും എടുത്തില്ല. അതുകൊണ്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്തു? ഒന്ന് ഞെളിങ്ങിണ്ട് കുറച്ച്. ഒരു 4-5 ഒരു 10 കിലോ ഉണ്ട്. 10 രൂപയാണ് 20 രൂപയ്ക്കാണ് നോർമലി വിൽക്കുന്നത്. ഹോട്ടലുകാർക്ക് എത്ര കൊടുക്കാം? 10-ന് കൊടുക്കാം. അവർ ആ 10 കിലോ കൊണ്ടുപോയിട്ട് അപ്പം തന്നെ എന്ത് ചെയ്തോളും? ഉപയോഗിച്ചോളും. അപ്പോൾ പ്രശ്നമില്ലല്ലോ, കള്ളത്തരൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ കിട്ടിയാൽ ആ കടക്കാരൻ അതെന്താണ്? ഒരു ഇൻകായിട്ട് ട്രീറ്റ് ചെയ്യല്ലേ. അപ്പോൾ കോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യും? കുറയും. ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞാൽ, ഇപ്പോൾ ഈ വുഡ് ടേബിൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അവർ വുഡിനെ ഇങ്ങനെ ഉരച്ചിട്ടൊക്കെ അതിൻ്റെ ഇതൊക്കെ വേസ്റ്റ് വരില്ലേ? സ്ക്രാപ്പൊക്കെ സൈഡ് കട്ട് ചെയ്തിട്ടൊക്കെ ചെറിയ ചെറിയ പൊട്ടും ഇതൊക്കെ വരില്ലേ? അതൊക്കെ കൂടെ അവർ ഒരുമിച്ച് എന്ത് ചെയ്യും? വല്ല കത്തിക്കാൻ വേണ്ടിയിട്ട് വല്ലവർക്കും വിൽക്കും. മരമില്ലിൽ ഈർച്ചപ്പൊടി കണ്ടില്ലേ നിങ്ങൾ? ആ ഈർച്ചപ്പൊടി ഇട്ട് അവർക്ക് പൈസ കിട്ടൂലേ? ആ പൈസ അവർ ശരിക്കും എന്ത് ചെയ്യുന്നു? കുറയ്ക്കണം. അവരുടെ കോസ്റ്റിന് എന്ത് ചെയ്യണം? കുറച്ചിട്ട് ചെറിയ എമൗണ്ടിന് ആർക്ക് സാധനം വിൽക്കണം? കസ്റ്റമർക്ക് വിൽക്കണം. അതാണ് അതിൻ്റെ ന്യായം. പക്ഷെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഈ എമൗണ്ട് എന്ത് ചെയ്താൽ മതി? ലെസ് ചെയ്താൽ മതി. സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? 1,800 കഴിഞ്ഞു. ഇനി എന്താ കാണാൻ പറഞ്ഞുള്ളത്? വർക്ക് കോസ്റ്റാണ് കാണാൻ പറഞ്ഞു. വർക്ക് കോസ്റ്റ് പറയുമ്പോൾ പ്രൈം കോസ്റ്റായ 41,000-ൻ്റെ കൂടെ 8,000-ഉം 4,800-ഉം പിന്നെ 1,800 കുറച്ച് 52,000 ഇതുവരെ മക്കളെ വർക്ക് കോസ്റ്റ് വരിക. ഓക്കെ ആണോ? സിമ്പിളല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പോട്ടെ? യെസ്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? പറയും മക്കളെ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച DP10. From the following information, prepare. എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്? സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് എക്സ്പെൻസ് ബൈ വിച്ച് യു വുഡ് ഡിസ്റിഗാർഡ് ഇൻ എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ്. റെൻറ്റ്, റേറ്റ്, ഇൻഷുറൻസ് ഓഫ് ഓഫീസ് എത്ര? 2,500. അങ്ങനെ പറഞ്ഞാലേ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ എടുക്കാത്ത സാധനങ്ങൾ അതാ ഉദ്ദേശിച്ചത്. കണ്ട? ഡിസ്റിഗാർഡ് ഇൻ എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ്. കോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇറലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുന്ന സാധനം മാത്രം ലിസ്റ്റ് ചെയ്യാനാണ് അവർ പറയുന്നത്. റെൻറ്റ്, റേറ്റ്, ഇൻഷുറൻസ് എടുക്കണ്ടേ? എടുക്കണം. ബാഡ് ഡെറ്റ് ഒഴിവാക്കാം. ഡിസ്കൗണ്ട് അലൗഡ് എത്രയും 300 എന്ത് ചെയ്യാം? ബാഡ് ഡെറ്റ് എടുക്കാം, തെറ്റിപ്പോയി. ഡിസ്കൗണ്ട് അലൗഡ് 300 ഉണ്ട് അല്ലേ? അത് ഒഴിവാക്കാം. ബാങ്ക് ചാർജ് എത്രയും 100 എന്ത് ചെയ്യാം? ഒഴിവാക്കാം. പിന്നെ ഡൊണേഷൻ എത്രയും 150 എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഓക്കെ അല്ലേ? അതിൽ ഒരു പോയിൻ്റ് ബാഡ് ഡെറ്റുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്.
നോർമലി ബാഡപ്റ്റുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നോർമൽ ബാഡപ്റ്റില്ലേ അതെന്തില്ല കുഴപ്പമുള്ളതല്ല, അതെന്തായിട്ട് എടുക്കാം, ഒരു സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനായിട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കേട്ടോ, ഒരു എക്സാമ്പിളാണ്, ശ്രദ്ധിച്ചോ. 5 ലക്ഷം രൂപയ്ക്ക് സെയിൽ ചെയ്തു. അപ്പോൾ ഡെപ്റ്റർ എത്ര ഉണ്ട്? 5 ലക്ഷം ഉണ്ട്. നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി അനുസരിച്ച് അതിൻ്റെ ഒരു 10% എന്ത് വരും? ബാഡപ്റ്റ് വരും. അത് നോർമലി ഉണ്ടാവുന്ന ആ ബാഡപ്റ്റിനെ നമുക്ക് സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനായിട്ട് എന്ത് ചെയ്യാം? എടുക്കാം. ഓക്കെയാണോ? എന്നാൽ ഒരു 15% വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ 10% നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നോർമൽ സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനായിട്ട് എടുക്കാൻ പറ്റില്ല. ആ 5% അല്ലേ, അത് നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇഗ്നോർ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായ? നോർമൽ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അപ്പോൾ നോർമൽ ബാഡപ്റ്റ് എന്ത് ചെയ്യണം? സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആവണം. അബ്നോർമലി നാച്ചുറൽ ഉള്ളതാണെങ്കിൽ അത് എന്തായിട്ട് എടുക്കാൻ പാടില്ല? സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനായിട്ട് എടുക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? മനസ്സിലായ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നാൽ ഒരു എക്സാമ്പിൾ പറയട്ടെ. 5 ലക്ഷം രൂപയ്ക്ക് സെയിൽ ചെയ്തു. 10% ഓക്കെ, 50,000 രൂപ എന്ത് വരും? ബാഡപ്റ്റ് വരും. ആ ബാഡപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വഹിക്കേണ്ടി വരില്ലേ? മനസ്സിലായ? നമ്മുടെ തലയിലേക്കാവില്ലേ? അത് നോർമലി ഉള്ളതാണ് 50,000. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 5 ലക്ഷം ഒരാൾ തന്നില്ല. ആ 5 ലക്ഷം നമുക്ക് ബാഡപ്റ്റായിട്ട് കോസ്റ്റായിട്ട് എടുക്കാൻ പറ്റുമോ? എന്നിട്ട് ആൾ വരുമ്പോൾ പറയണത് എന്താ? ഇത് മേടിക്കാൻ വന്ന ആൾ പറയണത്, ഞങ്ങളിത് റോ മെറ്റീരിയൽ മേടിക്കുമ്പോഴേ ഞങ്ങൾക്ക് ഡെപ്റ്റർ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? മേടിക്കുമ്പോഴല്ല, സോറി, വിറ്റപ്പോഴേ ആരുണ്ടായിരുന്നു? ഡെപ്റ്റർ ഉണ്ടായിരുന്നു. ആ ഡെപ്റ്റർ ഞങ്ങൾക്ക് പൈസ തന്നില്ല. അതും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളിൽ നിന്ന് മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? ഇല്ല. അപ്പം നോർമലി എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ടെക്സ്റ്റിൽ ഇവർ എടുത്തുള്ള ഈ ബാഡപ്റ്റ് എന്തായിട്ട് എടുത്തിട്ടുണ്ട്? നോർമലല്ല, അബ്നോർമലായിട്ട് എടുത്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏതൊക്കെ എടുക്കണം? അങ്ങനെയാണെങ്കിൽ 200 ബാഡപ്റ്റ് എടുക്കണം, 300 ഡിസ്കൗണ്ട് അലൗഡ് എടുക്കണം, അപ്പോൾ 500 ബാങ്ക് ചാർജ് 100 എടുക്കണം, അപ്പോൾ എത്രയായി? 600 പിന്നെ 150, അപ്പോൾ 500 600 750 ടോട്ടൽ വരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഒഴിവാക്കാം? ഡിസ്കൗണ്ട് എന്ത് ചെയ്യാം? ഡൊണേഷൻ എടുക്കില്ല, ബാങ്ക് ചാർജ് എടുക്കില്ല, ഡിസ്കൗണ്ട് അലൗഡ് എടുക്കില്ല. ഈ എമൗണ്ട് വേണമെങ്കിൽ ഒഴിവാക്കാം. ഏത്? ബാഡപ്റ്റ് ഒഴിവാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ എത്ര വരും? 200 പോയാൽ 550 എടുക്കാം. ഓക്കെ അല്ലേ? അല്ല, അതിൽ ഞാൻ വേറെ സാധനമുണ്ട്. ബാങ്ക് ചാർജ് എടുത്തില്ല. ബാങ്ക് ചാർജ് ഒഴിവാക്കണ്ടേ? ഓക്കെ അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ ഒഴിവാക്കാൻ പോണ്? ഇഗ്നോർ ചെയ്യുന്നത്. ബാങ്ക് ചാർജ് എന്തായിട്ട് എടുക്കും? നേരത്തെ നമ്മൾ എടുത്താലടാ ബാങ്ക് ചാർജ്. എന്നിട്ട് എന്താ പറയാത്തത്? ഓഫീസ് ഓവർഡായിട്ട് എടുക്കണ്ടേ? അപ്പോൾ ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? ബാഡപ്റ്റ് 200, പിന്നെ ഡിസ്കൗണ്ട് അലൗഡ് എത്രയാണ്? 300, പിന്നെ ഏതാ? ഡൊണേഷൻ എത്രയാണ്? 150. അപ്പോൾ ടോട്ടൽ എത്ര വരും? 650. ഓക്കെ അല്ലേ? ഇതാണ് അതിൻ്റെ ടോട്ടൽ. ക്ലിയർ? അപ്പോൾ അതിൽ ബാഡപ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ നോട്ടുകൾ എന്ത് ചെയ്യാൻ ചെയ്യാം? ബാങ്ക് ചാർജ് ഇതാക്കൂല കേട്ടോ. എന്താ വെച്ചാൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല? അത് എടുക്കില്ല. ബാങ്ക് ചാർജ് എന്ത് ചെയ്യും? എടുക്കും. ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താക്കണ്ട? ഇൻട്രസ്റ്റ് ആക്കണ്ട. അങ്ങനെ അസ്യൂം ചെയ്യണ്ട. അടുത്ത് ഏതാ? 12ാമത്തെ ഒന്ന് വായിച്ചു നോക്കി. DP12. ഓക്കെ, 11 ഉണ്ട് ഇടയിൽ, സോറി. ഡയറക്റ്റ് മെറ്റീരിയൽ കാണാനടാ. പ്രൈം കോസ്റ്റും ഡയറക്റ്റ് ലേബർ 75% ഓഫ് പ്രൈം കോസ്റ്റാണ്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് എന്തെഴുതും? ഡയറക്റ്റ് മെറ്റീരിയൽ അറിയില്ല, ഡയറക്റ്റ് ലേബർ ആഡ് ചെയ്താൽ കിട്ടുന്നതിൻ്റെ പേരെന്താ? പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് എത്രയെന്നറിയാം? 50,000. ഡയറക്റ്റ് ലേബർ 70% ഓഫ് പ്രൈം കോസ്റ്റാണ്. അപ്പോൾ 50,000ൻ്റെ എത്രയാണ്? 70% 35,000. സ്വാഭാവികമായിട്ടും 35,000 50,000 ലെസ് ചെയ്താൽ 15,000 ആയിരിക്കും ഏത് വരാം? ഡയറക്റ്റ് മെറ്റീരിയൽ വരാം. നമുക്ക് ഇക്വേഷനായിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതിയാൽ മതി? ഡയറക്റ്റ് മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റിൽ നിന്ന് എന്ത് ലെസ് ചെയ്താൽ മതി? ഡയറക്റ്റ് ലേബർ ലെസ് ചെയ്താലും എത്ര കിട്ടും? 15,000 കിട്ടും. ഓക്കെ അല്ലേ? പ്രൈം കോസ്റ്റ് 50,000 മൈനസ് ഡയറക്റ്റ് ലേബർ എത്ര? 35,000 ഈസ് ഈക്വൽ ടു 15,000. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്?
ഒരു കോസ്റ്റ് ഷീറ്റിലുള്ള വകുപ്പുണ്ട്. എന്ത് കാണാനാണ് പറഞ്ഞത്? വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് അസൈൻ ടു ദ എൻഡിങ് ഗുഡ്സ് ഇൻ പ്രോസസ്. എൻഡിങ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഏതാ? ക്ലോസിങ് സ്റ്റോക്ക്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്. എത്രയാ? 80,000. ഡയറക്റ്റ് ലേബർ എത്രയുള്ളത്? 60,000. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1,40,000 എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും അല്ലേ? ആഡ് ഫാക്ടറി ഓവർ ഹെഡ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? എത്ര? 90,000. ക്ലിയർ? പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ 2,00,000. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് എൻഡിങ് ഇൻവെൻട്രി ആണ് പറഞ്ഞത്. അപ്പോൾ ഓപ്പണിംഗ് ഇൻവെൻട്രി ബിഗിനിങ് ഇൻവെൻട്രി തന്നിട്ടുണ്ട് അല്ലേ? യെസ്. അതേതാ? ബിഗിനിങ് ഗുഡ്സ് ഇൻ പ്രോസസ്. ഗുഡ്സ് ഇൻ പ്രോസസ് പറഞ്ഞാൽ ഏതാ? ഫിനിഷ്ഡ് ഗുഡ്സ് ആണോ വർക്ക് ഇൻ പ്രോഗ്രസ് ആണോ? വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഏത് എഴുതണം? വർക്ക് ഇൻ പ്രോഗ്രസ് എഴുതണം. എത്ര വരും ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്? 19,000. പിന്നെ എന്ത് ലെസ് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നതിൻ്റെ പേരാണ് തന്നിട്ടുള്ളത്. ഏതാ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എന്ന് അങ്ങനെ പറയില്ല. ശരിക്കും അതെന്താ? വർക്ക് കോസ്റ്റ് അല്ലേ? എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഓഫീസ് ആൻഡ് അഡ്മിൻസ്. അപ്പം കിട്ടുന്നതാണ് ഏത്? ഈ സാധനം. പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താണെന്ന് വിചാരിക്കാം? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഏതന്നെ? വർക്ക് കോസ്റ്റ് തന്നെയാണ് എന്തായിട്ട് വരിക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അങ്ങനെ അസ്യൂം ചെയ്യാം. കുഴപ്പമില്ലല്ലോ. കോസ്റ്റ് ഓഫ് ഏതാ? പ്രൊഡക്ഷൻ പറഞ്ഞ് 2,40,000 അല്ലേ? ഇനി കാൽക്കുലേറ്ററിൽ ബാലൻസിങ് ഫിഗർ ആയിട്ട് ഇത് കണ്ടൂടെ? അപ്പോൾ എങ്ങനെ കാണാം? അടിക്കും 1,40,000 കാൽക്കുലേറ്റർ എടുത്താ. എന്നിട്ട് 10,000 എന്താ ചെയ്തുള്ളത്? ആഡല്ലേ ചെയ്തുള്ളത്? എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. പിന്നെ 90,000 ഇല്ലേ? അതെന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. പിന്നെ 1,40,000 എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? എത്ര? 0. കറക്റ്റാ? 1,40,000 പ്ലസ് എത്രയാണ്? 90,000 പ്ലസ് എത്രയാണ്? 15,000. അപ്പോൾ ഏതില്ല? ക്ലോസിങ് വർക്ക്. അപ്പോൾ ഇവരെന്താ ചോദിച്ചത്? എന്താ? വാട്ട് ഈസ് ദ കോസ്റ്റ് അസൈൻ ടു ദ എൻഡിങ് ഗുഡ്സ് ഇൻ പ്രോസസ്. അങ്ങനെ പറഞ്ഞാൽ ക്ലോസിങ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ക്ലോസിങ് വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് നിൽ. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഷീറ്റ് ഉണ്ടാക്കി. ഓക്കെ, ക്ലിയർ? അടുത്തും കൂടെ കഴിഞ്ഞിട്ട് സമയം തരാം പോരെ? അടുത്തേതാ? 13 എന്താ പറയുന്നത്? ഒന്ന് വായിച്ചു നോക്ക് ഫസ്റ്റ്. ഫിനിഷ്ഡ് ഗുഡ്സ് ഓപ്പണിംഗ് ഇൻവെൻട്രി 30,000, ക്ലോസിങ് 50,000, കോസ്റ്റ് ഓഫ് ഗുഡ്സോട് 1,90,000. അപ്പോൾ നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഗുഡ്സോൾഡ് എങ്ങനെ കിട്ടുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫസ്റ്റിൽ തന്നെ എഴുതാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എഴുതാം. അറിയോ? ഇല്ല. പക്ഷേ അത് ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലേ? ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ലെസ് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ കിട്ടുന്നതിൻ്റെ പേരാണ് ഇത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതറിയാം, 1,90,000. പിന്നെ ഓപ്പണിംഗ് അറിയാം എത്രയാണ്? 30,000. ക്ലോസിംഗ് അറിയാം എത്രയാണ്? 50,000. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബാക്ക്വേർഡ് ചെയ്താൽ പോരെ? 1,90,000 മൈനസ് ചെയ്ത 50,000 എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്തതിന് എന്ത് ചെയ്യുക? മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 2,10,000 കിട്ടും. ഓക്കെ.